അദ്ദേഹം ഇരിക്കുമ്പം നമ്മൾ ആ ഒരുക്കുന്ന അവസ്ഥയും ആ ഇരിക്കുന്ന അവസ്ഥയും എല്ലാം കൂടെ ഒത്തുചേരുമ്പം അദ്ദേഹം തന്നെ മനസ്സറിഞ്ഞ് ഈശ്വര ഇവന് ഐശ്വര്യം കൊടുക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും. ഭഗവാനെ ഈശ്വര അതുപോലെ നമുക്ക്. വിഷു ആഘോഷങ്ങൾക്ക് മുമ്പായി വീട് ഒരുക്കേണ്ടത് ഒരു വീട്ടമ്മയോട് എന്ന നിലയിൽ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് തിരുമേനിക്ക് പറയാനുള്ളത്? നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൃഹാതുരതയുണർത്തുന്ന ഒരു വിഷുക്കാലം കൂടി വന്നു ചേരുകയാണ്. വിഷുക്കാലം വന്നണയുമ്പോൾ അതിനുവേണ്ടി നിരവധി ഒരുക്കങ്ങൾ നമ്മൾ ഗൃഹങ്ങളിൽ നടത്താറുണ്ട്. വിഷുവിന് മുമ്പ് നമുക്ക് വീട് എങ്ങനെ ഐശ്വര്യപ്രദമായി തീർക്കാം, വരും വർഷം ഐശ്വര്യപൂർണമാക്കാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ വീട്ടിൽ നടത്തേണ്ടത് എന്നെല്ലാം നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം കൈപ്പക്കശ്ശേരി ശ്രീ ഗോവിന്ദൻ തിരുമേനിയാണുള്ളത്. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി. വിഷു ആഘോഷങ്ങൾക്ക് മുമ്പായി വീട് ഒരുക്കേണ്ടത് ഒരു വീട്ടമ്മയോട് എന്ന നിലയിൽ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് തിരുമേനിക്ക് പറയാനുള്ളത്? വിഷു മാത്രമല്ല, നമ്മൾ ശ്രേഷ്ഠമായി നിൽക്കുന്ന പുണ്യദിനങ്ങൾ ഏത് വന്നാലും ആ പുണ്യദിനങ്ങളിൽ ആ ശ്രേഷ്ഠമായ ദിവസത്തെ നമ്മുടെ കുടുംബമാകുന്ന കുടുംബബിംബമുള്ള ആ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കുടുംബവും അതിൻ്റെ പരിസരവും കുടുംബാംഗങ്ങളും നമ്മൾ റെഡിയാകുമ്പോഴാണ് ആ ചടങ്ങ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ വിഷുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. വിഷുവിന് ആൾക്കാർ വെജിറ്റേറിയൻ ആയിരിക്കണം, വിഷുവിൻ്റെ തലേ ദിവസം കുളിക്കണം, തലേ ദിവസം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മളും പറഞ്ഞു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ ഭഗവത് സാന്നിധ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ കുടുംബത്തിൽ ലഭിക്കണമെങ്കിൽ ആ ഭഗവാന് അല്ലെ ആ ഭഗവതിക്ക് കയറുന്ന ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കണം. കാരണം നമുക്കറിയാം രണ്ട് തരം എനർജിയാണ്. ഒന്ന് പോസിറ്റീവായ എനർജി, ഒന്ന് നെഗറ്റീവായ എനർജി. പോസിറ്റീവായ എനർജി നമ്മൾക്ക് കിട്ടണമെങ്കിൽ നെഗറ്റീവായ എനർജി വിദൂരതയിലേക്ക് മാറിയേ പറ്റൂ. അപ്പോൾ ആദ്യം ഈ ജ്യേഷ്ഠ ഭഗവതിയും ശ്രീലക്ഷ്മിയും വരുമ്പോൾ അവർ വരുമ്പോൾ ആ ശ്രീലക്ഷ്മിയെ നമ്മുടെ കുടുംബത്തേക്ക് സ്വാഗതം ചെയ്യണമെങ്കിൽ നമ്മുടെ വഴി, നമ്മുടെ കുടുംബം, മിറ്റം, പരിസരം ഇതൊക്കെ വൃത്തിയായിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ വിഷുവിൻ്റെ തലേ ദിവസം, അതായത് സന്ധ്യ ആകുന്നതിന് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല, അടിച്ചുവാരണം ചെയ്യാൻ പാടില്ല. അതായത് തൂത്തുവാരുക എന്നുള്ള വിളക്ക് വെച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ല. അതാണ് പഴയ നിയമം. അതുകൊണ്ട് വൈകുന്നേരം തലേ ദിവസം ഒരു 3 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ വീടും പരിസരവും മൊത്തം മിറ്റം ഭാഗങ്ങളൊക്കെ വൃത്തിയായി അടിച്ചുവാരി ചാണകം തളിക്കണം. മാറാലകളായിട്ട് എന്തെങ്കിലും കുടുംബത്ത് പുറത്തോ അകത്തോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ തൂത്ത് വൃത്തിയാക്കുക. വാതിൽപ്പടി വഴി കയറുന്ന ഭാഗമൊക്കെ വെള്ളം ഒഴിച്ച് കഴുകുക, നന്നായിട്ട് വൃത്തിയാക്കുക. അകത്ത് പൊട്ടിയ പാത്രങ്ങൾ, ചിത്രങ്ങൾ, അലക്കാത്ത വസ്ത്രങ്ങൾ, ഉപയോഗിക്കാത്ത സാധനങ്ങൾ, വൃത്തികേടായി നിൽക്കുന്ന പരിസരങ്ങൾ ഇതെല്ലാം വളരെ ശുദ്ധമായി കൃത്യമായി വെച്ച് അടുക്കി പെറുക്കി വെക്കുക. നനയ്ക്കാനുള്ള തുണി, നനയ്ക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീടിന് പുറത്താക്കുക. അതുപോലെ ഈ അടിച്ചു വാരുന്ന, അതായത് നമ്മൾ സാധാരണ വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, ചൂല് എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഏതെങ്കിലും മറ്റേ കാണാമറയത്തുള്ള മൂലകളിലേക്ക് മാറ്റി വയ്ക്കുക. മുറം പോലെയുള്ള കാര്യങ്ങൾ വീടിനകവും എല്ലാ റൂമുകൾ ഉൾപ്പെടെ എന്താ പറയണ എല്ലാ സ്ഥലങ്ങളും വൃത്തിയായിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കണം. തലേ ദിവസം വൈകുന്നേരം വരെ. പിറ്റേ ദിവസം രാവിലെ ഇതൊക്കെ ചെയ്യണം. അതല്ല തലേ ദിവസം വൈകുന്നേരം, അതായത് ഒരു അതായത് തലേ ദിവസം സന്ധ്യ പാട്ടരാശിയാന്ന് പറയും, 5 മണിക്ക് മുമ്പായിട്ട് വീടിനകം പരിസരം മുഴുവൻ ശുദ്ധമാക്കണം. കാരണം അകത്ത് വല്ല മാറാലയുണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ മോശമായിട്ടുണ്ട്, അതൊക്കെ തുടച്ച് ഭിത്തിയെല്ലാം വൃത്തിയാക്കി നിലമെല്ലാം തുടച്ച് എല്ലാം അടിച്ചു വാരി എല്ലാം വൃത്തിയായി സൂക്ഷിച്ച് ചീത്തയായ വസ്ത്രങ്ങളൊക്കെ പുറത്ത് കളഞ്ഞ് പൊട്ടിയ സാധനങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങളും പുറത്ത് കളഞ്ഞ് എല്ലാം ഭംഗിയായിട്ട്, അതുപോലെ ഫ്രിഡ്ജിലിരിക്കുന്ന അനാവശ്യ വസ്തുക്കൾ, 2 ദിവസം മുമ്പുള്ള ഭക്ഷണങ്ങൾ, നോൺ വെജിറ്റേറിയൻ ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് എല്ലാം ശുദ്ധമാക്കുക. കുടുംബത്തിനകത്ത് കുടുംബത്തെ അഷ്ടഗന്ധം പുകയ്ക്കുക. എല്ലാ മുറികളിലും പരിസരത്തും അഷ്ടഗന്ധം പുകയ്ക്കുക. പുറത്ത് വേണമെങ്കിൽ ചകിരിച്ചോറും അഷ്ടഗന്ധവും വീടും ചുറ്റും പുകയ്ക്കാവുന്നതാണ്. വഴികളിലൊക്കെ പുല്ലും സാധനങ്ങളൊക്കെ കിടപ്പണം, അതൊക്കെ ചെത്തി വൃത്തിയാക്കി അത് ഭംഗിയാക്കുക. പരമാവധി സ്ഥലത്ത് ചാണകവെള്ളം, തുളസി വെള്ളം, മഞ്ഞൾ വെള്ളം ഒക്കെ തളിച്ച് ശുദ്ധീകരിക്കുക. നമ്മൾ കണി ഒരുക്കുന്ന സ്ഥലം ഏതാണോ അത് നിർബന്ധമായിട്ട് തൂത്ത് തുടച്ച് ചാണകവെള്ളം തളിച്ച് വീണ്ടും തൂത്ത് തുടച്ച്
ഭംഗിയായി ആരും ചവിട്ടാതെ സൂക്ഷിക്കുക. കിഴക്ക് വടക്ക് മൂല, ഒരു വീടിന്റെ കിഴക്ക് വടക്ക് മൂല ഭാഗത്താണ് സാധാരണഗതിക്ക്, ഈശാന ഖണ്ഡത്തിലാണ് നമ്മൾ അവിടെ അടുക്കളയായിരിക്കും. വീടിനെ 4 തിരിച്ചാൽ അതിന്റെ കിഴക്ക് വടക്ക് ഖണ്ഡം എന്ന് പറയും. 4 ഖണ്ഡമായിട്ട് തിരിക്കാം. അതിൽ ഈശാന ഖണ്ഡം, കിഴക്ക് വടക്ക് ഖണ്ഡത്തിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കണം കണി ഒരുക്കേണ്ടത്. ആ കണി ഒരുക്കുന്ന സ്ഥലത്ത് ആദ്യം നമ്മളൊന്ന് അടിച്ചുവാരി വെള്ളം തളിച്ചു, ചാണകവെള്ളം തളിച്ച് നമ്മൾ തുടച്ചിട്ട് പിന്നെ ആരും കയറി ചവിട്ടാതെ ആ ഭാഗം ശുദ്ധമായി സൂക്ഷിക്കുക. പിന്നെ അവിടെ കണിയൊരുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അകത്ത് അന്നത്തെ ദിവസം കണി ഒരുക്കുന്ന സ്ഥലത്ത് ചെരുപ്പിട്ടോ നടക്കാതിരിക്കുക. കുടുംബത്തെ ആരെങ്കിലും കുട്ടികൾ അശുദ്ധം ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരാതിരിക്കുക. തലേ ദിവസം വൈകുന്നേരം വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഇത്രയും ക്രമീകരണങ്ങൾ വീടിനകത്ത് ശുദ്ധമായി ചെയ്യണം. പുറമേയുള്ള കാര്യങ്ങൾ പുറമേയും ചുറ്റും അടിച്ചുവാരി തളിച്ച് വൃത്തിയാക്കി വേണം അത് ചെയ്യാനായിട്ട്. പുറമേയും അത്രയും ശുദ്ധത പാലിക്കണം. അതുപോലെ തന്നെ പുറമേയും അഷ്ടഗന്ധം, ചന്ദനത്തിരി അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കത്തിച്ചു വെക്കുക, അതൊക്കെ ഭംഗിയാക്കുക. ജലം, ഗന്ധം, ധൂപം, ദീപം. ജലം കൊണ്ടുള്ള ശുദ്ധി വേണം, ഗന്ധം, ചന്ദന ധൂപം, പുക, ദീപം, അഗ്നി, ഈ ശുദ്ധിയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ചെയ്തിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി സമേതനായി നിൽക്കുന്ന, ലക്ഷ്മിയോട് കൂടി നിൽക്കുന്ന ഭഗവാൻ, ദേവാദിദേവനായി നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഭഗവാൻ, ആ മഹാവിഷ്ണു തന്നെ രാവിലെ നമ്മൾ ഒരുക്കുന്ന ആ വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്തിലൂടെ അദ്ദേഹത്തിന് നടന്നു വരാൻ പറ്റുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ വഴിയിൽ നിന്ന് കുടുംബം കയറി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അതിൻ്റെ പരമാവധി ശുദ്ധം പാലിക്കാവുന്ന അത്രയും പരമാവധി ശുദ്ധങ്ങൾ പാലിക്കുക. കാരണം വരുന്ന വഴിക്ക് വല്ല ഈ അയയൊക്കെ കെട്ടി തുണിയൊക്കെ തോരയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. നനഞ്ഞ തുണികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. മോശമായ തുണികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അങ്ങനെയുള്ള ചുറ്റുമുള്ള എല്ലാ നിർമാല്യങ്ങളായി നിൽക്കുന്ന വസ്തുക്കളെയും മാറ്റി എത്ര പരമാവധി ശുദ്ധം പാലിക്കുകയോ അത്രയും പരമാവധി ശുദ്ധം പാലിച്ച് ആ ലക്ഷ്മി ഭഗവതിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് കടന്നു വരാൻ പറ്റുന്ന ഐശ്വര്യപ്രദമായി നിൽക്കുന്ന, ആ ലക്ഷ്മി കടന്നു വന്ന് പൂർണ്ണമായ അനുഗ്രഹത്തെ നൽകാൻ തക്കതായ ശ്രീകോവിലിന്റെ പരിശുദ്ധിയോടുകൂടി ഒരു ഭവനം ക്രമീകരിക്കുമ്പോഴാണ് അവിടെ ചെയ്യുന്ന ആധ്യാത്മിക കർമ്മത്തിന് അത്ഭുതകരമായ ശക്തി ലഭിക്കുക. ആ അത്ഭുതകരമായ ശക്തിയാണ് നമ്മുടെ കഷ്ടപ്പാടിലൂടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സർവൈശ്വര്യത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ, ആ ഒരു ദിവസത്തെ വൃത്തിയാകൽ കൊണ്ട് 1 വർഷത്തെ ഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ നമ്മൾ എത്ര ക്രമീകരിക്കാവോ അത്രയും നന്മയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ക്രമീകരണം ആ സ്വത്തുക്കളിൽ നമ്മുടെ എന്താ പറയുക, വീടിന്റെ അഷ്ടദിക്പാലകന്മാരിരിക്കുന്ന ചുറ്റുഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ആ 4 കോണിനെയും അലങ്കരിക്കുന്ന ദേവന്മാരുടെ അനുഗ്രഹവും കൂടെ കിട്ടാൻ വേണ്ടി പരിസരം വളരെ പരിപൂർണ ശുദ്ധമായ കൃത്യമാക്കുക. ആ കൃത്യമാക്കിയ ആ ശുദ്ധതയുടെ ആ ശ്രീകോവിലിനകത്ത് വേണം ആ ഭഗവാനെ ഇരുത്താനുള്ള കണി ഒരുക്കുന്ന സ്ഥലം. ആ കണി ഒരുക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരും ചവിട്ടാതെ, തൊടാതെ, ചെരുപ്പിട്ട് നടക്കാതെ ഒക്കെ ശുദ്ധമായി, എങ്കിൽ മാത്രമാണ് ചെയ്യുന്ന കർമ്മത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. നമ്മൾ വൈകുന്നേരം കുറച്ച് ചക്കയും മാങ്ങയും തേങ്ങയും വെച്ചു, ഒരു വിളക്കും വെച്ച് കൃഷ്ണനെ വെച്ച് നാളെ രാവിലെ തൊഴാം, അങ്ങനെയല്ല. ആരാ വരണേ? ഭഗവാനാണ്, കൃഷ്ണനാണ്. അദ്ദേഹം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വിഭവങ്ങൾ കണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ നാളെ രാവിലെ എത്തുകയാണ്. അദ്ദേഹം വരുമ്പോ എന്താ ചെയ്യണ്ടേ? കേമായിട്ടുള്ള വരവേൽപ്പാണ് വേണ്ടേ, അതിഗംഭീരായ വരവേൽപ്പ്. അദ്ദേഹത്തിന് വളരെ പരിശുദ്ധമായ അന്തരീക്ഷം ഒരുക്കുക. അത് എത്ര ഗംഭീരാവോ അത്രയും ഗംഭീരമായി ചെയ്യുക, അത്ര കേമായിട്ട് ചെയ്യുക. ഞാനിത് ഓണക്കാലത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വിഷുവിൻ്റെയാണ് പറയണത്. അത്രയ്ക്ക് ഗംഭീരമായ ഒരു പരിസര ശുചീകരണം അത് ചെയ്യുക. അത് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് ഒരുക്കിയാൽപ്പോഴാണ് ആ പൂർണ്ണമായി നിൽക്കുന്ന പൂർണ്ണമായ സന്തോഷത്തോടെ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു കസേരയ്ക്ക് 3 കാലം ഉണ്ടെങ്കിൽ നമുക്കുണ്ടാവണ ഒരു വിഭ്രംശം എന്താ? ഈശ്വര വീഴുമോ എന്ന് പേടിച്ച്. ഇതിപ്പോ എങ്ങനെ ഇവിടെ കയറുക? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചെളിക്കട നടക്കണ പോലെ ഭഗവാൻ ചാടി വരിക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു കേമത്വം വേണം നമ്മൾ ആ ചെയ്യുന്നിടത്ത്. ആ കേമത്വം കിട്ടുമ്പോണ്ടല്ലോ ഭഗവാൻ തന്നെ വരുന്നത് ഭയങ്കര ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെയാണ്. അദ്ദേഹം ഇരിക്കുമ്പം നമ്മൾ ആ ഒരുക്കുന്ന അവസ്ഥയും ആ ഇരിക്കുന്ന അവസ്ഥയും എല്ലാം കൂടെ ഒത്തുചേരുമ്പം അദ്ദേഹം തന്നെ മനസ്സറിഞ്ഞ് ഈശ്വര ഇവന് ഐശ്വര്യം കൊടുക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും. ഭഗവാനെ ഈശ്വര അതുപോലെ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ക്രമീകരണം അത് വളരെ ഗംഭീരമായിരിക്കണം, അതികേമായിരിക്കണം. 1 വർഷത്തേക്കുള്ള ശ്രീത്താണ്
അതിഗംഭീരായിക്കോട്ടെ, ഒരു സംശയവും വേണ്ട. വിഷു ഐശ്വര്യപൂർണമാകുന്നതിനു വേണ്ടി വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തിരുമേനി നമ്മളോട് സംസാരിച്ചു. വളരെ സന്തോഷം തിരുമേനി ഏറ്റവും ലളിതമായ ഭാഷയിൽ ഞങ്ങളുമായി ഈ വിഷയം സംസാരിച്ചതിന്. ഐശ്വര്യപൂർണമായ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.